നമസ്കാരം. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ ഇന്ന് പറയാമെന്ന കാര്യം പെട്ടെന്ന് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈക്കം ആശ്രമ സ്കൂളിൽ NSS ക്യാമ്പ് റീസെൻ്റ്ലി 7 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിൽ കുറച്ച് കുട്ടികൾ ഒരു 49 കുട്ടികളടങ്ങുന്ന ഒരു ക്യാമ്പായിരുന്നു. അപ്പോൾ ഈ ക്യാമ്പിൽ ദീപ എന്ന് പറയുന്ന ഒരു ടീച്ചറാണ് ഇതിൻ്റെ പ്രോഗ്രാം ഓഫീസർ. അപ്പോൾ ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞിടത്തോളം വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ അച്ഛനെ വിളിക്കുക, അമ്മയ്ക്ക് വിളിക്കുക, വാഴ വെച്ചാൽ പോരെന്ന് ചോദിക്കുക. NSS ക്യാമ്പിൽ തന്നെ ഒരു കുട്ടി ഞാനൊന്ന് വാഷ്റൂം യൂസ് ചെയ്തിട്ടെന്ന് ചോദിച്ചതിന് നൈറ്റ് ഒരു 12 മണി ആയെന്ന് തോന്നുന്നു. ചോദിച്ചതേ ഉള്ളൂ. അവർ പറഞ്ഞു വല്ല കുപ്പിയിൽ മുള്ളി വെക്കുക അല്ലെങ്കിൽ വല്ല മൂലയ്ക്ക് പോയി മുള്ളൂ എന്ന് പറയും. പക്ഷെ ഇതിവർ വാത്സല്യമായി പറയുന്നതാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്ന് ഒരു 9 കുട്ടികളും ഒരു ടീച്ചറും കിടന്നിരുന്ന റൂമിൽ നിന്ന് രാവിലെ ആയപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പക്ഷെ രാവിലെ എവിടെ നിന്നോ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നൊരു കിറ്റ് കിട്ടി. അപ്പോൾ ഇത് കുട്ടികൾ കണ്ടിട്ട് ടീച്ചറിനോട് പറയാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇതവിടെ ഇല്ല. എന്നിട്ട് ഏത് ടീച്ചറിനോട് ഇത് പറയുമെന്നുള്ള രീതിയിൽ ഇവരുടെ റൂമിൽ ഉണ്ടായിരുന്ന ടീച്ചറിനോട് തന്നെ സംസാരിച്ചു. അപ്പോൾ ടീച്ചർ ചോദിച്ചു എന്താ കിട്ടിയത്, എന്താണ്? അപ്പോൾ ഇവർ പറഞ്ഞു ഇങ്ങനെ ഒരു കിറ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ അറിയാം? ഇത് ഇവരുടെ ആരുടെ ആണ് എന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് ദീപാ മിസ്സിനോട് പറഞ്ഞു. ദീപാ മിസ് വന്ന് ഈ ടീച്ചർ ഭയങ്കരമായിട്ട് ഇവരെ ബ്ലെയിം ചെയ്ത് ഇവർ കരയാറായി, അങ്ങനെ ഇങ്ങനെയായി. എൻ്റെ അനിയത്തി ഉൾപ്പെടെ അവിടെ ക്യാമ്പിലുണ്ടായിരുന്നു, പഠിക്കുന്നതാണ്. അങ്ങനെ വിളിച്ചിട്ട് പെട്ടെന്ന് ഇവള് വേറെ ആരുടെ ഫോണിൽ നിന്ന് വിളിച്ചിട്ടാണ് എന്നെ പറഞ്ഞത്, കരഞ്ഞാൽ സംസാരിക്കുന്നത്, ഇന്ന പോലെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് ഇതുപോലെ എല്ലാവരും കരയുന്ന കാണുന്നു. കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 49 കുട്ടികൾ വിളിക്കും. 49 കുട്ടികൾ വിളിച്ച് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഇതെല്ലാവരും അറിയേണ്ട ഒരു കാര്യമല്ലേ. അപ്പോൾ അവിടെ ഒരു ക്യാമ്പിൽ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇവരെല്ലാവരും അറിയേണ്ടതാണ്. പിന്നീടാണ് ഞാൻ ഇവരുടെ വിശേഷങ്ങൾ അറിയുന്നത്, ഈ ടീച്ചറിനെ കുറിച്ച്. അതിന്റെ ചുറ്റുപാടും ഈ മതിലിന് ചുറ്റുപാടും ഉള്ള വേറെ ആരൊക്കെ വന്ന് കുട്ടികൾ തുണി മാറുമ്പോൾ ഒളിഞ്ഞു നോക്കുക, കല്ലെടുത്തെറിയുക, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ടീച്ചറിനോട് പറയുമ്പോൾ ടീച്ചർ പറഞ്ഞു ആണുങ്ങൾ പെൺപിള്ളേരെ കണ്ട് അങ്ങനെയൊക്കെ ചെയ്യും, നോക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ ഒരു ടോക്കിംഗ് ആണ് അവിടെ നടന്നത്. ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഞാൻ ഭീകരമായിട്ട് സംസാരിക്കാണ്ട്, പക്ഷെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വീഡിയോയിൽ പറയുന്നുള്ളൂ. കുട്ടികൾക്ക് സംസാരിക്കാനുള്ളത് എന്താണെന്ന് നിങ്ങൾ കേട്ടു നോക്കുക, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഞങ്ങൾക്ക് ഇന്ന് പോണ ദിവസമാണ്. പക്ഷെ ഇന്ന് രാവിലെ വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായി. രാവിലെ ഞങ്ങളുടെ ക്ലാസ്സിൽ വരുന്നത് പ്രഗ്നൻസി ടെസ്റ്റിന്റെ പേരിൽ തുടങ്ങിയ പ്രശ്നമാണ്. ആ പേരിൽ ഞങ്ങൾ 9 പേര് ഞങ്ങളെ ഭയങ്കരമായിട്ട് ആ ടീച്ചർമാർ ഭയങ്കരമായിട്ട് കുറെ വഴക്ക് പറയും, കുറെ ചീത്ത വാക്കുകൾ യൂസ് ചെയ്ത് നിങ്ങളാണ് ചെയ്തതെന്നും പറഞ്ഞ് ഞങ്ങളെ നിങ്ങളുടെ അല്ലാന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. അതെ, സ്കൂളിൽ നല്ല തെറി പറയും, കുട്ടികളെ തെറി പറയും, അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അവർക്ക് രാത്രി ബാത്റൂം പറഞ്ഞിട്ട് അവളോട് ചോദിച്ചപ്പോ അവര് പറയാ മൂത്രം കുറ്റിക്കകത്ത് ഒഴിച്ചു വെക്കില്ല, മൂലക്കകത്ത്. ഞങ്ങള് മാപ്പ് വെച്ചിട്ട് വരെ മാപ്പ് പറഞ്ഞു. കേട്ടില്ലേ? ഇതാണ് അവിടുത്തെ അവസ്ഥ. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഇതാണ് ആശ്രമ സ്കൂളിലെ ദീപ എന്ന് പറയുന്ന മിസ്സിന്റെ ഒരു സ്വഭാവം. ഇങ്ങനെ ഒരു ടീച്ചറിന് ഉണ്ടാവാതിരിക്കട്ടെ, ഇനി സംഭവിക്കാതിരിക്കട്ടെ. ഇവര് വിത്തൗട്ട് പെർമിഷൻ ഈ കുട്ടികളെ ഇവർ ചോദ്യം ചെയ്യുന്ന വീഡിയോ എടുത്ത് ഇവർ 49 പേരുടെ പേരൻസ് ഉള്ള ഗ്രൂപ്പിലിട്ടു. അതിനിവർ മാപ്പ് പറയണം. ഞാൻ കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചു. ടീച്ചർ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, സോറി പറയും. കുട്ടികൾ കരഞ്ഞതിന് നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞു. പറഞ്ഞില്ല, ഞാൻ പറയില്ല. അവർ വിജയിച്ചതുപോലെയുള്ളൊരു അങ്ങനെയായിരുന്നു. മാക്സിമം ഷെയർ ചെയ്യുക. ഇവരുടെ മുഖം എല്ലാവരും അറിയട്ടെ. ഇനി ഇങ്ങനൊരു കുട്ടിക്ക് ഉണ്ടാവാതിരിക്കട്ടെ, ഇങ്ങനത്തെ ടീച്ചേഴ്സ് ഉണ്ടാവാതിരിക്കട്ടെ.